അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 23 വെള്ളിയാഴ്ച. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ സർക്കാർ ബഹുമാനിക്കുമെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്ത്രീകളെ വിനോദോപാധി മാത്രമായി കാണുന്ന പ്രശ്നം അതീവ ഗുരുതരമാണെന്നും കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഗവർണർ പറഞ്ഞു. റിപ്പോർട്ടിൽ പേരുകളുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് നടപടി സ്വീകരിക്കാമെന്നും മുഴുവൻ റിപ്പോർട്ട് ഹൈക്കോടതി ചോദിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായും നടപടികളുണ്ടാകുമെന്നും ഗവർണർ വ്യക്തമാക്കി. തങ്ങളുടെ ഒരു സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ അപലപിച്ച് WCC. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതിന് പിന്നാലെ സ്ഥാപകാംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ തങ്ങൾ ശക്തമായി അപലപിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി. ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്നാണ് തങ്ങൾ കരുതുന്നതെന്നും സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നതെന്നും WCC പ്രസ്താവനയിലൂടെ അറിയിച്ചു. സ്ഥാപക അംഗത്തിനെതിരായ സൈബർ ആക്രമണത്തിനെതിരെ വിമർശനമുന്നയിച്ച് പ്രസ്താവനയിറക്കിയ WCC നടപടിയിൽ പ്രതികരണവുമായി നടി മഞ്ജു വാര്യർ. അനിവാര്യമായ വിശദീകരണമെന്ന് കുറിച്ചാണ് മഞ്ജു വാര്യർ WCCയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണത്തിന് സർക്കാർ സമീപിച്ചാൽ നിയമസഭ മുന്നോട്ടു പോകുമെന്ന് സ്പീക്കർ AN ഷംസീർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അതുണ്ടാകുമെന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. കേസെടുക്കാമെന്നത് മന്ത്രി KN ബാലഗോപാലിന്റെ അഭിപ്രായമാണെന്നും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ടാകുമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഉടൻ നടപടിയെടുക്കണമെന്ന് BJP നേതാവ് V മുരളീധരൻ. സിനിമാ ലോകത്തെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് വെളിപ്പെടുത്തണമെന്നും റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും മുരളീധരൻ പറഞ്ഞു. ക്രിമിനൽ കുറ്റം കണ്ടെത്തിയാൽ ഉടൻ കേസെടുക്കാൻ പരാതിയുടെ ആവശ്യമില്ലെന്നും സർക്കാർ ഇരകൾക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നും വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന രീതി ശരിയല്ലെന്നും V മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഒരു താൽപര്യക്കുറവുമുണ്ടായിരുന്നില്ലെന്ന് മന്ത്രി MB രാജേഷ്. പലരും മൊഴി നൽകിയത് രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കും എന്നുറപ്പ് നൽകിയതുകൊണ്ടാണ്. ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് സങ്കുചിത രാഷ്ട്രീയ താൽപര്യമാണെന്നും മന്ത്രി പറഞ്ഞു. നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും. സർക്കാരിന് ആരെയെങ്കിലും സംരക്ഷിക്കാനുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കില്ലായിരുന്നു എന്നും MB രാജേഷ് പറഞ്ഞു. സിനിമാ കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരിക്കുമെന്ന വ്യാഖ്യാനം എങ്ങനെ ഉണ്ടായെന്നും മന്ത്രി ചോദിച്ചു. കോൺക്ലേവ് കൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണോ സർക്കാർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതെന്നും നടി പാർവതി തിരുവോത്ത് നേരത്തെ ചോദിച്ചിരുന്നു. ഹേമ കമ്മിറ്റി മുൻപാകെ വന്നിട്ടുള്ള മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൌരവത്തോടെ സമീപിക്കേണ്ടതാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുവെന്നും നിശബ്ദത ഇതിന് പരിഹാരമാകില്ലെന്നും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും സിനിമാ മേഖലയിലെ കുറച്ചാളുകൾ മോശമായി പെരുമാറുന്നവരാണെന്നുമുള്ള വെളിപ്പെടുത്തലുമായി സിനിമാ സീരിയൽ നടി ഉഷ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്നും പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകണമെന്നും ഉഷ പറഞ്ഞു. തനിക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഒരു സംവിധായകൻ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും ഉഷ പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് നിന്നും കാണാതായി 37 മണിക്കൂറിന് ശേഷം കണ്ടെത്തിയ ആസാമീസ് പെൺകുട്ടിയെ ഇന്ന് കേരള പോലീസിന് കൈമാറും. കുട്ടി ഇപ്പോൾ വിശാഖപട്ടണത്ത് RPFന്റെ സംരക്ഷണയിലാണ്. അതേസമയം മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ ആസാമിൽ നിന്ന് പഠനം തുടരണമെന്നാണ് കുട്ടിയുടെ ആഗ്രഹം. വീട്ടിൽ ഉപദ്രവം തുടർന്നതിനാലാണ് വീട് വിട്ടിറങ്ങിയതെന്നും കുട്ടി വെളിപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ ആവശ്യമായ ഇടപെടൽ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി നടത്തുമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ദില്ലിയിൽ പറഞ്ഞു. NDSA ചെയർമാന് മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് വിശദമായ അപേക്ഷ നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ വലിയൊരു ആശങ്കയാണെന്നും ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചാണ് അപേക്ഷ നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. Volley, volley.
ഈ ഓണം 100-ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്. വടകരയിലെ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്ന് സിപിഎം നേതാവ് കെ ലതിക. തനിക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് നിയമപരമായി തെളിയിക്കുമെന്നും ലതിക പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് വീടുകൾ കയറി വർഗീയ പ്രചരണം നടത്തി. ഇടതുപക്ഷത്തെ ഒരാൾക്കും സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പങ്കുണ്ടാകില്ല. വർഗീയമായ പ്രചരണം നടത്തരുതെന്നും കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നുവെന്നും കെ ലതിക വ്യക്തമാക്കി. പോളിടെക്നിക് കോളേജ്, IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, ITI, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിവിൽ സർവീസ് അക്കാദമി എന്നിവയും അടിസ്ഥാന വികസന സൌകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി വില്ലേജിൽ 12.93 ഏക്കർ സ്ഥലത്ത് 285 കോടി രൂപ ചെലവിലാണ് ഈ വിദ്യാഭ്യാസ സമുച്ചയം സ്ഥാപിക്കുന്നത്. കേരളത്തിലെ ആദ്യ ഇന്റർനാഷണൽ റോബോട്ടിക്സ് റൌണ്ട് ടേബിൾ കോൺഫറൻസ് ഇന്ന് കൊച്ചിയിൽ. സമാനതകളില്ലാത്ത മുന്നേറ്റം നൂതന വ്യവസായ മേഖലകളിൽ കൈവരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന കേരളം പുതിയൊരു ചുവടുകൂടി വയ്ക്കുകയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ഓണക്കാലത്ത് 1 ലിറ്റർ പാലിന് 9 രൂപ വീതം അധിക വില നൽകാൻ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഭരണസമിതി തീരുമാനിച്ചതായി ചെയർമാൻ അറിയിച്ചു. ഇതിൽ 7 രൂപ ക്ഷീരസംഘങ്ങൾക്ക് അധിക പാൽവിലയായി നൽകും. 2 രൂപ മേഖലാ യൂണിയനിൽ സംഘത്തിന്റെ അധിക ഓഹരി നിക്ഷേപമായി സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് വിവരം. KTDC ചെയർമാനും CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ PK ശശിയെ പുകഴ്ത്തി മന്ത്രി KB ഗണേഷ് കുമാർ. PK ശശിയെപ്പോലെ ഇത്ര നല്ല മനുഷ്യനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നും നല്ലത് ചെയ്യുന്നവരെ കുറ്റക്കാരാക്കുന്ന നിലപാടാണ് ഇപ്പോഴെന്നും താനും അത്തരത്തിൽ വേട്ടയാടപ്പെട്ടവനാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. MLA ആയിരുന്നപ്പോഴും അല്ലാതിരുന്നപ്പോഴും രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും സഹായിച്ച വ്യക്തിയാണ് PK ശശി. PK ശശിയുടെ പ്രവർത്തനത്തെ കരിവാരിത്തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആരോപണങ്ങളെന്നും അതൊന്നും സത്യമല്ലെന്നും സത്യമേ ജയിക്കുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്കുകൾ പരിഷ്കരിക്കുന്നതിനുള്ള പൊതു തെളിവെടുപ്പുകൾ സെപ്റ്റംബർ മാസത്തിൽ നടത്തുമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചു. 2027 മാർച്ച് 31 വരെയുള്ള കാലയളവിലേക്ക് വൈദ്യുതി നിരക്കുകൾ പരിഷ്കരിക്കുന്നതിനുള്ള അപേക്ഷ റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ KSEB സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന്മേൽ തീരുമാനമെടുക്കുന്നതിനുള്ള പൊതു തെളിവെടുപ്പാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നടത്താൻ പോകുന്നത്. MLAയുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് വൈക്കം SHO നടത്തിയതെന്നും ഗവർണർക്കടക്കം വിഷയം ചൂണ്ടിക്കാട്ടി പരാതി നൽകുമെന്നും വൈക്കം MLA CK ആശ. വഴിയോര കച്ചവടക്കാർക്കൊപ്പം നിന്നതിന് പോലീസ് തന്നെ അപമാനിച്ചുവെന്നും CK ആശ ആരോപിച്ചു. വൈക്കത്ത് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നത് തടയാൻ എത്തിയ CPI നേതാക്കളോടും MLA CK ആശയോടും പോലീസ് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് MLAയുടെ നേതൃത്വത്തിൽ വൈക്കം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നിലമ്പൂർ MLA PV അൻവർ പ്രതിയായിരുന്ന ഒതായി മനാഫ് വധക്കേസിലെ പ്രധാന സാക്ഷികളെ വിസ്തരിക്കേണ്ട സാഹചര്യത്തിൽ PV അൻവറിനെ കൊണ്ട് പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് തെറ്റായ നടപടിയാണെന്ന് ഒതായി മനാഫിന്റെ കുടുംബം വിമർശിച്ചു. പോലീസ് നടപടി നിയമനത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് ഒതായി മനാഫിന്റെ കുടുംബം കുറ്റപ്പെടുത്തി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലവിൽ 4 ക്യാമ്പുകളിലായി 35 കുടുംബങ്ങൾ മാത്രമാണ് കഴിയുന്നതെന്ന് റവന്യൂ മന്ത്രി K രാജൻ. 19 കുടുംബങ്ങൾ കൂടി ഇന്ന് ക്യാമ്പുകളിൽ നിന്ന് മാറും. 2 കുടുംബങ്ങൾ കൂടി പഞ്ചായത്ത് ക്വാർട്ടേഴ്സ് ശരിയായാൽ മാറും. 14 കുടുംബങ്ങൾക്ക് കൂടി മാറാനുള്ള സൌകര്യം ഉടൻ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 27-28 എല്ലാവരുടെയും പുനരധിവാസം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതര അവസ്ഥയിലായിരുന്ന ഒരു കുട്ടി കൂടി രോഗമുക്തി നേടി. ജൂലൈ 18 രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച കണ്ണൂർ സ്വദേശിയായ 3.5 വയസ്സുകാരനാണ് പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിട്ടത്. എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ RG കർ ആശുപത്രി മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ നുണ പരിശോധന നടത്താൻ അനുമതി തേടി കോടതിയെ സമീപിച്ച് CBI. ആശുപത്രിയിലെ 4 ഡോക്ടർമാരുടെയും കൂടി നുണ പരിശോധന നടത്താനുള്ള അനുമതിയും CBI ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് സമരം ചെയ്യുന്ന എല്ലാ ഡോക്ടർമാരും അടിയന്തരമായ ജോലിക്ക് കയറണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്.
ദേശീയ കർമ്മസമിതി റിപ്പോർട്ട് വരും വരെ ഡോക്ടർമാർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറണമെന്നും പ്രതിഷേധിച്ചവർക്കെതിരെ നിർബന്ധിത നടപടിയെടുക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. സ്ത്രീകൾക്കു നേരെ നടക്കുന്ന അതിക്രമങ്ങളിലും പീഡനങ്ങളിലും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേഗത്തിലെടുക്കാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. രാജ്യത്ത് ഓരോ ദിവസവും 90 പീഡനങ്ങൾ നടക്കുന്നുണ്ടെന്നും സ്ഥിതി ആശങ്കാജനകമാണെന്നുമാണ് കത്തിൽ മമതാ ബാനർജി പറയുന്നത്. ലഡാക്കിൽ സ്വകാര്യ ബസ് മലയിടുക്കിലേക്ക് വീണ് 6 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. അപകടം നടക്കുമ്പോൾ 25 യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ലേയിൽ നിന്ന് കിഴക്കൻ ലഡാക്കിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 200 മീറ്ററിലധികം താഴ്ചയുള്ള മലയിടുക്കിലേക്ക് ബസ് മറിയുകയായിരുന്നു. ജമ്മുകാശ്മീരിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിൽ സീറ്റ് ധാരണയായി. 90 അംഗ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് 43, കോൺഗ്രസ് 40, മറ്റുള്ളവർ 7 എന്ന നിലയിലാണ് പ്രാഥമിക ധാരണ. ഇതോടെ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ PDP കശ്മീരിൽ സഖ്യത്തിലുണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം, യുദ്ധം മാനവരാശിക്കാകെ ഭീഷണിയാണെന്നും മോദി പറഞ്ഞു. പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ലോസാൻ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിലെ ജാവലിൻ ത്രോയിൽ സീസണിലെ മികച്ച ദൂരമായ 89.49 മീറ്റർ ദൂരം കണ്ടെത്തിയ ഇന്ത്യയുടെ ലോക ചാമ്പ്യൻ നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. ഗ്രനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് 90.61 മീറ്റർ ദൂരം കണ്ടെത്തി മീറ്റ് റെക്കോർഡോടെ 1ാം സ്ഥാനം നേടി. 87.8 ദൂരം കണ്ടെത്തിയ ജർമ്മനിയുടെ ജൂലിയൻ വെബർ 3ാമതായി. പാരീസിൽ ഒളിമ്പിക്സ് റെക്കോർഡോടെ സ്വർണം നേടിയ പാകിസ്ഥാന്റെ അർഷദ് നദീം ലോസാനിൽ മത്സരിച്ചില്ല. ബ്രിജ് ഭൂഷണെതിരെ ലൈംഗിക അതിക്രമ കേസിൽ മൊഴി കൊടുക്കാൻ പോകുന്ന ഗുസ്തി താരങ്ങളുടെ സുരക്ഷ ഡൽഹി പോലീസ് പിൻവലിച്ചെന്ന ആരോപണവുമായി ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ഇതേ ആരോപണം ഉന്നയിച്ച് സാക്ഷി മാലിക്കും രംഗത്തെത്തി. സാമൂഹിക മാധ്യമമായ എക്സിൽ ഡൽഹി പോലീസിന്റെയും ഡൽഹി വനിതാ കമ്മീഷനെയും ദേശീയ വനിതാ കമ്മീഷനെയും ടാഗ് ചെയ്താണ് പോസ്റ്റ് ചെയ്തത്. എന്നാൽ ഡൽഹി പോലീസ് ഇക്കാര്യം നിഷേധിച്ചു. T20 ലോകകപ്പ് കിരീടവുമായി മുംബൈയിലെ സിദ്ധിവിനായക് ക്ഷേത്രം സന്ദർശിച്ച് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും BCCI സെക്രട്ടറി ജയ്ഷായും. ബുധനാഴ്ചയാണ് ഇരുവരും സന്ദർശനം നടത്തിയത്. ഇരുവരും ക്ഷേത്രത്തിൽ ഗണപതിയുടെ അനുഗ്രഹം തേടി പിങ്ക് നിറത്തിലുള്ള ഷോൾ അണിഞ്ഞ് ഇരുവരും ക്ഷേത്രത്തിനകത്ത് നിൽക്കുന്ന ചിത്രം പുറത്തുവന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.